നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. CPIM കൂത്തുപറമ്പ് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. വലിയ വെളിച്ചം വജ്ര ഓഡിറ്റോറിയത്തിൽ KK ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. CPIM കൂത്തുപറമ്പ് ഏരിയ സമ്മേളനത്തിന് വലിയ വെളിച്ചത്ത് തുടക്കമായി. വജ്ര ഓഡിറ്റോറിയത്തിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ മുതിർന്ന ഏരിയ കമ്മിറ്റി അംഗം NK ശ്രീനിവാസൻ പതാക ഉയർത്തി. नमो नमस्ते विजय पदागे नमो नमस्ते പ്രതിനിധി സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു തെരഞ്ഞെടുപ്പ് ചേലക്കരയാണ് പറയുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടം അടുത്ത വർഷം ജനാധിപത്യ മുന്നണി കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ചേലക്കരയിൽ UR പ്രദീപിന് ജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ കണക്കുകൂട്ടൽ. ഇന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിജയിച്ചതിനെ തുടർന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായിരിക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ BJPയുമായിട്ട് ഇവിടെ ഒരു ധാരണ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാക്കിയിരുന്നു. ഷാജി കരിപ്പായി, PM മധുസൂദനൻ, OC ബിന്ദു, MK നജീർ എന്നിവരടങ്ങുന്ന പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത്. T ബാലൻ, M സുകുമാരൻ, അഡ്വക്കേറ്റ് പത്മജ പത്മനാഭൻ, T പവിത്രൻ, MC രാഘവൻ എന്നിവരടങ്ങുന്നതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി. M സുകുമാരൻ രക്തസാക്ഷി പ്രമേയവും അഡ്വക്കേറ്റ് പത്മജ പത്മനാഭൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി T ബാലൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി MB ജയരാജൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P ജയരാജൻ, N ചന്ദ്രൻ, പനോളി വത്സൻ, അഡ്വക്കേറ്റ് K സജീവൻ, ജില്ലാ സെക്രട്ടറി MB ജയരാജൻ, M സുരേന്ദ്രൻ, P ഹരീന്ദ്രൻ, K ധനഞ്ജയൻ, VK സനോജ്, പാട്യം രാജൻ, K ലീല തുടങ്ങിയവർ സംസാരിച്ചു. ബുധൻ വ്യാഴം ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിനിധി സമ്മേളനം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതോടെ വ്യാഴാഴ്ച സമാപിക്കും. തുടർന്ന് വൈകിട്ട് ചീരാറ്റ കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും ചെറുവാഞ്ചേരിയിൽ പൊതുസമ്മേളനവും നടക്കും. സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. സമഗ്ര ന്യൂസ് പാനൂർ.